എന്താ ഇന്നലെ പഠിപ്പിച്ചേ? കങ്കാരുവിന്റെ പിന്നെ ഇന്നലെ ടീച്ചർ കങ്കാരുവിനെ കാണിച്ചു തന്നാ ഫോട്ടോ? പിന്നെ വേറെന്താ സ്ലേറ്റിൽ എന്താ എഴുതി പഠിച്ചേ? രണ്ടാൾക്കാരെയും എന്താ പറയാ സ്ലേറ്റിൽ എഴുതി കൊണ്ടുപോന്നിട്ട് എന്താന്ന് ചോദിച്ചാ അറിയില്ലെന്നാ. അയ്യോ അത് ശരിയാവില്ലേട്ടാ. ആ ഓടല്ലേ വണ്ടി വന്നുണ്ട്. സുന്ദരി മണിയുടെ വണ്ടി വന്നിട്ട് നടന്നു അച്ഛൻ്റെ അടുത്തുണ്ട്. ടാറ്റാ ടാറ്റാ. അപ്പം ഇന്ന് സുന്ദരിമണി ഞാൻ എത്തി 5 മിനിറ്റ് വർത്താനൊന്നും പറയാനുള്ള നേരം അധികം കിട്ടിയില്ല. അപ്പോഴേക്കും സ്വത്തുമണിയുടെ വണ്ടി വന്നു, എല്ലാം കൊടുത്തു. സ്വത്തുമണി പോയിതാ. ഞങ്ങളുടെ കുട അവിടെ ഇരിക്കുന്നുണ്ട്, കുട എടുക്കട്ടെ. ദേവട്ടി ഇന്നലെ വരുമ്പോൾ ചെറിയ പനിയും കൊണ്ടാണ് വന്നേക്കണത്. അപ്പോൾ ദേവട്ടിക്ക് പുലർച്ച പനി കുറച്ച് കൂടിയപ്പോൾ ഞാൻ ദേവട്ടിക്ക് കാൽപ്പോള് ഉണ്ടായിരുന്നു, അത് കൊടുത്തു. ദേവട്ടിക്ക് ഭേദമുണ്ട്. എനിക്ക് കാലത്ത് മുതൽ എനിക്ക് മുതൽ മേല് കുടച്ചിലും പനിയും തൊണ്ടവേദനയൊക്കെ ഉണ്ട്. ഇന്നലെ ദേവട്ടീൻ്റെ കൂടെ വന്നത്. ഇന്നലെ അളിയൻ്റെയും ഏടത്തിരിയൊക്കെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അവർക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടി ദേവട്ടി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും കൂടി ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ സ്ഥലമൊക്കെ ഉണ്ടല്ലോ, സ്ഥിരമായിട്ട് വീഡിയോയിലുള്ള സ്ഥലം തന്നെയാണ് വീട്ടിലേക്ക് പോണ വഴി. അപ്പോൾ ഇന്ന് ചെറിയ വിശേഷങ്ങളല്ലോ, അതിൻ്റെ പുണ്യയുടെ ഇന്നലത്തെ വീഡിയോയും കൂടി ഉൾപ്പെടുത്താം. ഓക്കെ. പിന്നെന്താ അപ്പോൾ അതിന് വീഡിയോയിൽ ഇങ്ങനെ ചെറുതായിട്ട് കാണാണ്ട് കേട്ടോ. ഇന്നലെ സുത്തുവിൻ്റെ പുതിയ 2 കുപ്പിയുടെ വിശേഷമൊക്കെ പറയാമെന്ന് പറഞ്ഞു, പിന്നെ മറന്നു. അപ്പോൾ ഒന്നായി ജോലിക്ക് പോകുന്നുണ്ട്. മറ്റേ സുന്ദരമണിയുടെ വിഷിങ് വീഡിയോയും കൂടി ആഡ് ചെയ്യാം. അമ്മായിയുടെ 7th അപ്പൊ അമ്മയും കൂടിയിട്ട് ഗിഫ്റ്റ് ഉണ്ടാക്കാൻ പോകട്ടെ. നിങ്ങൾക്കൊക്കെ ഇഷ്ടായില്ലേ? എന്റെ മാമന്റെയും കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങടെ വന്നിട്ട് അവിടേക്ക് തന്നെ എന്റെ അമ്മേനും അച്ഛനും കല്യാണം കഴിച്ചിട്ടുണ്ട്. മാമന്റെ അവിടേക്ക് തന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മാമൻ അമ്മായി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മാമ അമ്മായിയെ. ഓക്കെ ടാറ്റാ ബൈ. ബൈ. നിങ്ങളുടെ ഫ്രണ്ടാണ് ഞാൻ.